iBell Home Appliances. iBell complete line of home appliances. നാടാകെ iBell, വീടാകെ iBell. അസോസിയേഷൻ വിത്ത് ആഹ്ലാദം ബോണ്ടുകൾ ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. Gemstone Jewelry Festival, Malabar Gold and Diamonds. V-Star, the new body language. ജീവിതം ഓരോ നിമിഷവും ആസ്വദിക്കുവാൻ രുചിയുള്ള കടുപ്പം. ഇപ്പോ വേണമെങ്കിലും മോഷ്ടിക്കപ്പെടാം. VKC പ്രൈഡ്. ഏറെ നടക്കാം, പക്ഷെ കരുതൽ വേണം. VKC പ്രൈഡ്. ഉദര രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. അമൃത ബിന്ദു, ഒരു ശങ്കർ ഫാർമസി ഉൽപ്പന്നം. അൽറുഡൈമാൻ ഗ്രൂപ്പ്സ് ഓർക്കിഡ് ഫാഷൻ, ഹൈലൈറ്റ് മാൾ, കാലിക്കറ്റ്. ശുദ്ധതയോടൊപ്പം ആരോഗ്യത്തോടൊപ്പം തലമുറകളായി നിറപറ മലയാളത്തിന്റെ മഹാരുചി. G-Mart, affordable lifestyle shopping. Riyadh, Batha, Roda and Dammam, Saudi Arabia. സ്നേഹം കൊടുക്കുന്നവർക്ക് ഒരു ചെറിയ സമയം. ഓട്ടോ ഫോർമൽസ് ആൻഡ് കാഷ്വൽ. സ്നേഹം വിതയ്ക്കും, വിടരട്ടെ. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷേത്രങ്ങളിലെ RSS ശാഖാ പ്രവർത്തനത്തിന് നിരോധനം വരുന്നു. കായിക പരിശീലനം വിലക്കി ഉത്തരവിറക്കും. ഉത്തരവിന് നിയമവകുപ്പിന്റെ അംഗീകാരം. ക്ഷേത്രങ്ങളിലെ ശാഖാ പ്രവർത്തനത്തിൽ തെറ്റില്ലെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ. കെ ബാബുവിന്റെ സമ്പാദ്യത്തിന്റെ കണക്കന്വേഷിച്ച് വിജിലൻസ്. ബാങ്ക് ലോക്കറുകൾ തുറന്നു. മൂത്ത മകളുടെ ലോക്കറിൽ 120 പവൻ. കോഴിക്കോഴക്കേസിൽ KM മാണിക്ക് വേണ്ടി MK ദാമോദരൻ ഹൈക്കോടതിയിൽ. ബാർക്കോഴയിൽ മാണിക്കെതിരെയുള്ള തെളിവുകൾ മൂടിവെച്ചെന്ന് സുകേശന്റെ സത്യവാങ്മൂലം. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ അജ്ഞാതരുടെ പടക്കമേറ്. സർക്കാർ സ്പോൺസർ ചെയ്ത CPIM അക്രമമെന്ന് BJP. പങ്കില്ലെന്ന് CPIM. ലക്ഷ്യം വെച്ചത് കുമ്മനം രാജശേഖരനെ എന്ന് BJP ദേശീയ നേതൃത്വം. പത്തനംതിട്ട ചെമ്പൻമുടിയിലെ പാറമടകളുടെ പ്രവർത്തനം കലക്ടർ തടഞ്ഞു. ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കാൻ മന്ത്രിസഭാ തീരുമാനം. എയ്ഡഡ് സ്കൂൾ കോളേജുകളിൽ ഭിന്നശേഷിക്കാർക്ക് 3% സംവരണം. ISL മൂന്നാം സീസണിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ പ്രഖ്യാപിച്ചു. നിവിൻ പോളി ടീമിന്റെ യൂത്ത് അംബാസിഡർ. ടീം പ്രഖ്യാപിച്ചത് സച്ചിനും തെലുങ്ക് സൂപ്പർ താരങ്ങളും ചേർന്ന്. ക്ഷേത്ര പരിസരങ്ങളിൽ കായിക പരിശീലനം തടഞ്ഞ് സർക്കാർ ഉത്തരവിറക്കും. ഉത്തരവിന് നിയമവകുപ്പിന്റെ അംഗീകാരം ലഭിച്ചു. ക്ഷേത്ര പരിസരത്തെ RSS ശാഖാ പ്രവർത്തനം തടയാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ നീക്കം. ക്ഷേത്ര പരിസരത്തെ RSS ശാഖ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് ദേവസ്വം വകുപ്പ് പുതിയ ഉത്തരവ് തയ്യാറാക്കിയത്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്ര പരിസരങ്ങളിൽ ആയുധ പരിശീലനം പാടില്ലെന്ന് ദേവസ്വം വകുപ്പ് തയ്യാറാക്കിയ കരട് ഉത്തരവിൽ പറയുന്നു. കായിക പരിശീലനവും അനുവദിക്കില്ല. ഒരു സംഘടനകളും പരിശീലനമോ മറ്റു പരിപാടികളോ നടത്താൻ പാടില്ലെന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പോലീസ് ആക്ട് അനുസരിച്ചാണ് ഉത്തരവ് തയ്യാറാക്കിയത്. ആരാധനാലയങ്ങളിൽ ആയുധ പരിശീലനമോ മറ്റു പരിപാടികളോ പാടില്ലെന്ന് പോലീസ് ആക്ടിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അത്തരം പരിപാടികൾക്ക് മുൻകൂർ അനുമതി വാങ്ങണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം വകുപ്പിന്റെ ഉത്തരവ്. ഉത്തരവ് സംബന്ധിച്ച നിയമപരമായ പരിശോധന നിയമവകുപ്പ് പൂർത്തിയാക്കി. നിയമപരമായി നിലനിൽക്കുന്നതാണ് ഈ ഉത്തരവെന്നാണ് നിയമവകുപ്പിന്റെ അഭിപ്രായം. ആഭ്യന്തര വകുപ്പിന്റെ കൂടി അംഗീകാരം ലഭിച്ചാൽ ഉത്തരവ് പുറത്തിറക്കും. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിവരുന്ന അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഉത്തരവിനുള്ള നിർദ്ദേശമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. വിശ്വാസികളെ ക്ഷേത്രങ്ങളിൽ നിന്നും അകറ്റി ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാനാണ് RSS ശാഖയും ആയുധ പരിശീലനവും നടത്തുക വഴി ശ്രമിക്കുന്നതെന്ന് മന്ത്രി നേരത്തെ ആരോപിച്ചിരുന്നു. ക്ഷേത്രങ്ങളിലെ RSS ശാഖയ്ക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. എന്നാൽ RSSനെ കൂച്ചുവിലങ്ങിടാൻ നോക്കേണ്ട എന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. RSS നിയമപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും കുമ്മനം പറഞ്ഞു. സംസ്ഥാനത്തെ കൂച്ചുവിലങ്ങിട്ട് നിരോധിച്ച് നിർജീവമാക്കാൻ, അതിനെ നിഷ്ക്രിയമാക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കാൻ ഇന്ന് ഈ ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ ശ്രമങ്ങൾ തീർച്ചയായിട്ടും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം. സംസ്ഥാനത്തെ CPIM BJP അഭിപ്രായ വ്യത്യാസങ്ങളിലെ സംഘർഷങ്ങളിലെ മറ്റൊരു ഫ്ലാഷ് പോയിന്റായി മാറുകയാണ് അമ്പലങ്ങളിൽ, ക്ഷേത്രമുറ്റങ്ങളിൽ RSSനെ വിലക്കിയതും. ഇന്നലെ രാത്രി BJPയുടെ സംസ്ഥാന കാര്യാലയം ആക്രമിക്കപ്പെട്ടതും അത്തരത്തിൽ ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വാക്യുദ്ധത്തിന് കാരണമായിരിക്കുന്നു. അങ്ങനെ കൂടുതൽ സംഘർഷാത്മകമായി ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ബന്ധം തുടരുകയാണ്. എന്ത് ഫലമാണ് ആത്യന്തികമായി ഇതുണ്ടാക്കുക? ഇത് വലിയ സാമുദായിക ധ്രുവീകരണത്തിന് വഴിമരുന്നിടും എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സർക്കാർ ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത് BJPയെയും RSSനെയും ലക്ഷ്യം വെച്ചാണോ, അതോ ഭരണപരമായ തീരുമാനം മാത്രമാണോ? ഇത് വിശദമായി പരിശോധിക്കുന്നു എഡിറ്റേഴ്സ് അവർ. MT രമേശ് BJP നേതാവ്, പന്തളം സുധാകരൻ കോൺഗ്രസ് നേതാവ്, MV ഗോവിന്ദൻ മാസ്റ്റർ CPIM നേതാവ്, ഒപ്പം
പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ MT രമേശ്, നിയമപരമാണ് സർക്കാരിൻ്റെ നീക്കം. മതസ്ഥാപന ദുരുപയോഗ നിയമം 1988, കേരള പോലീസ് ആക്ട് എന്നിവ ആരാധനാലയങ്ങൾ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല, ആരാധനാലയങ്ങളിൽ ആയുധ പരിശീലനം നടത്താൻ പാടില്ല എന്നൊക്കെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അത് പാലിക്കുക മാത്രമാണ് സർക്കാരിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് വയ്ക്കാനുള്ളത്. അങ്ങനെ ഒരു നിയമം നടപ്പാക്കിയാൽ ഞങ്ങൾ നിയമം അനുസരിക്കില്ല എന്ന് പറയാൻ സാധിക്കുമോ BJP-കാർക്കോ RSS-കാർക്കോ? അല്ല, ഒന്ന് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന കാര്യത്തിൽ ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഏത് ക്ഷേത്രത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? രണ്ടാമത്, ക്ഷേത്ര പരിസരങ്ങളിൽ ആയുധ പരിശീലനം നടത്താൻ പാടില്ല എന്ന നിയമമുണ്ടല്ലോ. എവിടെയാണ് ആയുധ പരിശീലനം നടക്കുന്നത്? ഇപ്പൊ തന്നെ സർക്കാർ നടപടി സ്വീകരിക്കാമല്ലോ. ഈ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വന്ന ആ ദിവസം മുതൽ ചോദിക്കുകയാണ്, ഏത് ക്ഷേത്രത്തിലാണ്, അത് പറയട്ടെ, ഏത് ക്ഷേത്രത്തിലാണ് ആയുധ പരിശീലനം ഉള്ളത്? ഏത് ക്ഷേത്ര പരിസരത്താണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ഇതിപ്പോഴും പറയുന്നത്, ഇതിങ്ങനെ ഈ ആകാശത്തേക്ക് പൊയ്വേടി വെച്ചിട്ട് എന്താ കാര്യം? കൃത്യമായിട്ട് പറയണം. അത് പറയാതെ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും വിവാദമുണ്ടാക്കാനും വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ RSS-ന്റെ ശാഖയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, RSS-ന്റെ ശാഖ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ആയുധ പരിശീലനമൊന്നുമല്ല, അത് ആരാധനയെ ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ ചമ്രം പടഞ്ഞിരുന്ന് നാമം ജപിക്കും. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഗവൺമെന്റിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? RSS-ന്റെ ശാഖ എന്ന് പറഞ്ഞ കബഡികളി മാത്രമല്ല എന്ന് ബഹുമാനപ്പെട്ട CPM നേതാക്കന്മാരും ദേവസ്വം വകുപ്പ് മന്ത്രിയും മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ശാഖ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രഭക്തരുടെ ക്ഷേത്ര ആരാധനയ്ക്കും അനുഷ്ഠാനങ്ങൾക്കും യോജിച്ച രീതിയിൽ തന്നെയാണ്. അത് തടയാൻ മനസ്സിലാക്കാത്ത കാര്യം ഈ ദുർവാശി എന്തിനാണ് എന്നുള്ളതാണ്. RSS നിങ്ങൾ സാമൂഹ്യ സംഘടന എന്ന് വിളിക്കുന്ന ഒരു വിവാദ സംഘടനയാണ്. വിവാദ സംഘടന എന്ന് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് പാത്രമായ സംഘടന എന്ന അർത്ഥത്തിലാണ്. RSS-നെ എതിർക്കുന്നവരുണ്ടാകാം, അനുകൂലിക്കുന്നവരുണ്ടാകാം. അങ്ങനെ ഒരു സംഘടന എല്ലാ ആളുകളും വരുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തിനകത്ത് പ്രവർത്തിക്കുക. ഇവിടെ സർക്കാർ ആ പ്രസ്താവന പിൻവലിക്കണം. RSS-നെ കുറിച്ച് നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വിവാദ സംഘടന എന്ന് പറയുന്നത്. ആ പ്രസ്താവന പിൻവലിക്കണം. ഇല്ലില്ല, RSS-നെ കുറിച്ച് നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ RSS-നെ അനുകൂലിക്കുന്നവരും RSS-നെ എതിർക്കുന്നവരുണ്ടെന്ന്. ഇപ്പൊ നാളെ CPIM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഞങ്ങൾ ഭക്തരാണ്, അതുകൊണ്ട് ക്ഷേത്രമുറ്റത്ത് ചമ്രം ബ്രാഞ്ച് കമ്മിറ്റി എന്നാൽ അമ്പലമുറ്റത്ത് കൂടിക്കോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. വിവാദ സംഘടന എന്ന് ഉദ്ദേശിച്ചത് പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ള സംഘടന എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യ നിരോധിച്ചിട്ടുള്ള സംഘടനയാണ്, നിരോധനം പിന്നീട് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും. അങ്ങനെ ഗാന്ധി വധാനന്തരം നിരോധിക്കപ്പെട്ട ഒരു സംഘടന കൂടിയാണ് RSS. അതുകൊണ്ട് RSS-ന് പ്രത്യേകിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്ന ചർച്ചയല്ല ശ്രീ MT രമേശ്. എന്റെ പ്രശ്നം, സർക്കാർ ഇപ്പോൾ ഒരു നിയമം പറയുന്നു, അപ്പോൾ ഞങ്ങൾ നിയമം അനുസരിക്കില്ല, അല്ല, നിങ്ങളുടെ നിലപാടിനോട് യോജിക്കാനല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് RSS-ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് 90 വർഷമായിട്ട് RSS ഇവിടെ പ്രവർത്തിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പക്ഷേ RSS-നെ വിവാദ സംഘടന എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ CPM അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ CPM-നെ നിങ്ങൾ വിവാദ സംഘടന എന്ന് പറയോ? 42-ലെ സമരത്തെ ഒറ്റിക്കൊടുത്തവരാണ് CPM, വിവാദങ്ങൾ പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവരാണ് CPM, വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. അഭിലാഷ് പറയാൻ സാധിക്കുമോ CPM വിവാദ സംഘടനയാണ് എന്ന്? നിങ്ങൾ RSS-നെ മാത്രം പറയുമ്പോൾ RSS-നെ വിവാദ സംഘടന എന്ന് എന്തടിസ്ഥാനത്ത് പറയുന്നു? ഗോവിന്ദ മാഷ് പറഞ്ഞ എനിക്ക് വിരോധമില്ല. നിങ്ങൾ CPM-നെ കുപ്പായപ്പെട്ടിട്ടില്ലല്ലോ. RSS എന്ന സംഘടനയായി പ്രവർത്തിക്കുന്നതിലല്ലോ ശ്രീ MT രമേശ് വിമർശനം. ഒരു പൊതുസ്ഥലത്ത്, ഒരു പൊതുസ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നതിലാണല്ലോ വിവാദം. RSS-നെ വിവാദ സംഘടന എന്ന് വിശേഷിപ്പിക്കാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട് എന്ന് താങ്കൾക്കറിയാം. താങ്കൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ലായിരിക്കും. ഞാനത് അഗ്രി ചെയ്തു. താങ്കൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ലായിരിക്കും. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന പ്രശ്നം എന്താണ് ശ്രീ MT രമേശ്? എല്ലാ ആളുകൾക്കും പൊതുവായി ആരാധന നടത്താൻ കഴിയേണ്ടുന്ന ഒരു സ്ഥലത്ത് നിയമം ചൂണ്ടിക്കാണിച്ചാലും അത് പാലിക്കില്ല എന്ന വാശിയാണ് നമ്മുടെ ചർച്ച. അല്ലല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാത്രമല്ലല്ലോ. നിങ്ങൾ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ആദ്യം അത് പിൻവലിക്ക്. RSS എന്തടിസ്ഥാനത്തിലാണ് വിവാദ സംഘടന? പറയട്ടെ. ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. സുപ്രീം കോടതിയിൽ ഒന്നിലേറെ പ്രാവശ്യം കേസ് വന്ന സമയത്ത് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുള്ള സംഘടനയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് RSS പ്രവർത്തിക്കുന്നുണ്ടോ? നിയമങ്ങൾക്ക് വിരുദ്ധമായി RSS പ്രവർത്തിക്കുന്നുണ്ടോ?
പിന്നെ എന്തടിസ്ഥാനത്തിൽ അഭിലാഷേ നിങ്ങൾ വിവാദ സംഘടനയാണെന്ന് പറയുന്നത്? ധാരാളം ആരോപണങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാണ്. അക്കാര്യത്തിൽ തർക്കമില്ല ശ്രീ എം ടി രമേശ്. കോൺഗ്രസിലേറ്റ് ആരോപണങ്ങളില്ലേ? നിങ്ങൾ അവരൊന്നും വിവാദ സംഘടനകൾ പറയുന്നില്ലല്ലോ. തുടരുക. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പല്ല. ഈ സർക്കാർ അധികാരമേറ്റത് മുതൽ CPIM വേഴ്സസ് BJP എന്നുള്ളതാണ് സംസ്ഥാനത്തെ നില. ആവർത്തിച്ച് RSSനെ സംബന്ധിച്ച് അവരുടെ പോയിന്റ് ഉറക്കെ പറയാൻ അവസരം കിട്ടുന്ന വിധത്തിൽ നിരന്തരം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ RSSന് ഒരു സൗകര്യം ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണ് സർക്കാരിന്? അല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി എന്ന രീതിയിൽ UDF ആണെങ്കിലും UDFന്റെ മൃദു ഹിന്ദുത്വ നിലപാടിൻ്റെ ഫലമായി നേരിട്ട് വർഗീയവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന BJPയുമായി CPMനെ രാഷ്ട്രീയമായും സംഘടനാപരമായും നയപരമായിട്ടും എതിർക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. ഗവൺമെന്റിനെതിരായിട്ട് വ്യാപകമായ പ്രചാരവേല ഈ BJPയും RSS വിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അക്രമത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമം നടക്കുന്നത് ഈ കേരളത്തിലാണെന്നും ക്രമസമാധാന നിലയാകെ തകർന്നിരിക്കുകയാണെന്നും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെ കാര്യങ്ങളിൽ ഇടപെടേണ്ടുന്ന അവസ്ഥ വന്നിരിക്കുന്നു എന്നൊക്കെ കൊട്ടിഘോഷിച്ച് വിശദീകരിക്കുന്നതിന് BJPയുടെ നേതാക്കന്മാർക്ക് യാതൊരു മടിയുമില്ല. അതിൻ്റെ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ തരത്തിലാണ്. വളരെ പ്രകോപനപരമായ രീതിയിലാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇന്ന് കോഴിക്കോട് പ്രതികരിച്ചതായിട്ട് വാർത്താമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പ്രകോപനപരമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രബല പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെതിരായിട്ടും വസ്തുതാപരമല്ലാത്ത നിരവധി പ്രചാരവേലകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി തെറ്റായ പ്രചാരവേലയിലൂടെ ദേശവ്യാപകമായിട്ട് പ്രചരണം നടത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രത്യേകിച്ച് CPIMനെയും ഒറ്റപ്പെടുത്താനാവുമെന്നുള്ള ധാരണയാണ് അവർക്കുള്ളതെങ്കിൽ ആ ധാരണ അവർ വെച്ച് പുലർത്തട്ടെ എന്ന് മാത്രമേ അത് നിങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയം. ഞാൻ ചോദിക്കുന്നത് അവർക്കൊരു മുഖ്യ പ്രതിപക്ഷത്തിന്റെ റോൾ കൽപ്പിച്ചു കൊടുക്കുന്ന വിധത്തിൽ ഉള്ള വിവാദങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതായിരുന്നു. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ VD സതീശൻ, അദ്ദേഹമാണ് ഇന്ന് സാമുദായിക ധ്രുവീകരണത്തിനാണ് CPIM ശ്രമിക്കുന്നത് എന്ന് ആരോപിച്ചത്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VD സതീശൻ, RSSും CPIMും തമ്മിലുള്ള ആശയ സംഘർഷവും ശാരീരിക സംഘർഷവും തന്നെ ഒട്ടേറെ കാലത്തെ ചരിത്രമുള്ള ഒന്നാണ്. ഇപ്പോൾ അതിൽ സവിശേഷമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സർക്കാർ എന്തോ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണെന്ന് എന്തുകൊണ്ടാണ് തോന്നുന്നത്? അതിന് മുൻപായി ഒരു കാര്യം ഞാൻ ശ്രീ MT രമേശ് പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ക്ഷേത്ര പരിസരത്ത് ചമ്രം പടിഞ്ഞിരുന്ന് നാമം ജപിക്കുന്നവരാണ് RSSകാരെന്നാണ് രമേശ് പറഞ്ഞത്. ക്ഷേത്ര പരിസരത്ത് ചമ്രം പടിഞ്ഞിരുന്ന് നാമം ജപിക്കുന്ന ആളുകൾ കൈകളിൽ വടിവാളും കൈബോംബുമായി കൊലപാതകം നടത്താൻ പോകുന്ന എന്തിനാ? നാമം ജപിച്ചാൽ പോരെ അവിടെ ഇരുന്ന്? അതല്ലല്ലോ RSS ചെയ്യുന്നത്. കേരളത്തിൽ RSS ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെ RSS നിലനിൽക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്നു. അസഹിഷ്ണുത വളർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ക്ഷേത്ര പരിസരത്ത് പോകുന്നില്ല, ക്ഷേത്ര പരിസരത്ത് രാഷ്ട്രീയം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. നിങ്ങളുടെ വിവിധ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ്, പോഷക സംഘടനകൾ പല രീതിയിൽ പല പേരിൽ ക്ഷേത്രങ്ങൾക്കകത്ത് കടന്നു കയറി തെറ്റിദ്ധാരണകൾ പരത്തി വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിച്ച് നാട്ടിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ CPMനെ കുറിച്ച് ഉന്നയിച്ച ആരോപണം, CPM ഇപ്പോൾ നിരവധിയായ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളാണ് BJPയുമായി ഏറ്റുമുട്ടുന്നത്. ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ, മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിനെന്ന്. കോൺഗ്രസ് എന്ത് മൃദു ഹിന്ദുത്വ സമീപനമാണ് എടുത്ത്? കോൺഗ്രസ് എടുത്തിരിക്കുന്നത് മതേതരമായ നിലപാടാണ്. അപ്പൊ ഞങ്ങളാണ് BJPയുമായി ഏറ്റുമുട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി കുറെ വിഷയങ്ങൾ കൊണ്ടുവരികയാണ്. അന്തിമമായി അത് പ്രയോജനം ചെയ്യുന്നത് RSSനാണ്. RSS നടത്തുന്ന സംഘപരിവാർ നടത്തുന്ന പ്രചരണം, വ്യാജമായ പ്രചരണം ഹിന്ദുക്കൾ അപകടത്തിലാണ്, ഹിന്ദുക്കൾ വലിയ കുഴപ്പത്തിലാണ് എന്നുള്ള വ്യാജ പ്രചരണം നടത്തുന്ന RSSന്
കൊട പിടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ CPM-ന്റെ പ്രചരണം. അല്ല, പക്ഷേ ശ്രീ വി ഡി സതീശൻ, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പിന്നെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഈ മതസ്ഥാപന ദുരുപയോഗ നിയമം മുൻപേ ഇവിടെ ഉള്ളതാണ്. ഈ RSS ശാഖകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ട എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാടും മുൻപേ തന്നെ ഉള്ളതാണ്. ഇനി ഓണം സംബന്ധിച്ചാണെങ്കിൽ ഓഫീസ് സമയത്ത് ആഘോഷം വേണ്ട, സമയക്രമീകരണം വേണമെന്നുള്ള സർക്കുലറും മുൻപ് തന്നെ ഉള്ളതാണ്, പലവട്ടം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ പുതുതായിട്ടൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സർക്കാർ മിണ്ടാതിരുന്നാൽ മതി എന്നാണോ? അല്ല, യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളെല്ലാം സമീപകാലത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നിലവിളക്ക് വിവാദം ഉണ്ടാക്കി. അനാവശ്യമായിട്ടുണ്ടാക്കിയ ഒരു വിവാദമാണ് നിലവിളക്ക് കൊളുത്തുന്നതിനെ സംബന്ധിച്ചുണ്ടാക്കിയ വിവാദം. അത് ആർക്കാണ് അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയാൽ അത് ആർക്കാണ് പ്രയോജനം ചെയ്യുന്നത്? അപ്പോൾ ഇവർക്ക് ഇതെല്ലാം പരസ്പര സഹായകരമായ നിലപാടുകളാണ്. ഈ ഇങ്ങനെ എടുക്കുന്ന ഏത് എക്സ്ട്രീമായിട്ടുള്ള സ്റ്റെപ്പും അതിന് ഗുണപരമായി മാറുന്നത് അവരുടെ വ്യാജ പ്രചരണങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് കുട പിടിച്ചു കൊടുക്കും. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘപരിവാർ നടത്തുന്നു, അവർ ആയുധ പരിശീലനം നടത്തുന്നു. അതിന് മറുപടി CPM പറയേണ്ടത് ബദൽ ഘോഷയാത്ര നടത്തിയിട്ടാണോ? ബദലായിട്ട് ആയുധ പരിശീലനം നടത്തുന്ന ഓരോ ലോക്കൽ കമ്മിറ്റിയിലേക്കും ഇത്ര ആളെ വെച്ച് ആയുധ പരിശീലനം നടത്തിയിട്ടാണോ? അങ്ങനെയാണോ ഒരു ആശയ സംഘർഷം എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നത് ശരിയാണോ? ആശയ സംഘർഷമാണോ നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെയാവുകയാണ്. ശരി, അതാണ് കോൺഗ്രസിന്റെ വിമർശനം. അതിന് CPIM മറുപടി പറയും. അതിനു മുൻപ് ശ്രീ MT രമേശ്, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഒരു നിയമമുണ്ട് എങ്കിൽ അതെന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ആരാധനാലയങ്ങളുടെ പരിസരങ്ങളെ മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ളത് വ്യവസ്ഥാപിതമായ ഒന്നാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വ്യവസ്ഥാപിതമായ നിലപാടും അതാണ് എന്നിരിക്കെ സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നു, അതൊന്നും പറ്റില്ല, ഞങ്ങൾ ഇനിയും ക്ഷേത്രത്തിൽ ശാഖ നടത്തും എന്ന നിലപാട് എന്ത് തരം നിലപാടാണ്? അത് സംഘർഷമുണ്ടാക്കുന്നതിനല്ലേ ഉപകരിക്കൂ? അഭിലാഷേ, ഞാൻ ചോദിക്കുന്നത്, നേരത്തെ തന്നെ രാജ്യത്തൊരു നിയമമുണ്ട്, എന്തുകൊണ്ട് ഇവർക്ക് ഈ നിയമം നടപ്പിലാക്കാൻ പറ്റുന്നില്ല? ഞങ്ങളല്ലോ നിയമം നടപ്പിലാക്കാൻ പറ്റും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഇവർ ഈ പറയുന്ന പോലെ ആയുധ പരിശീലനം നടക്കുന്നത് എവിടെ നടക്കുന്നു? അവിടെ ഒരു ക്ഷേത്രം പറയുക, ആ ക്ഷേത്രത്തിൽ ആയുധ പരിശീലനം നടക്കുന്നു, ഇവർക്ക് നടപടിയെടുക്കാമല്ലോ. കാരണം നിലവിൽ ദേവസ്വം ബോർഡിന്റെ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് തന്നെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് നടപടി സ്വീകരിക്കാമല്ലോ. അപ്പൊ അത് ഈ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന വന്ന നിമിഷം മുതൽ ഞങ്ങൾ ചോദിക്കുകയാണ്, എവിടെയാണ് ആയുധപ്പുരകൾ? ഏത് ക്ഷേത്രമാണ് ആയുധപ്പുരകളാകുന്നത്? ഏത് ക്ഷേത്രത്തിലാണ് ആയുധ പരിശീലനം ഉള്ളത്? ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കാമല്ലോ. ഒരു ദേവസ്വം ബോർഡിന്റെ ക്ഷേത്ര പരിസരത്തിനകത്ത് RSSന്റെ ശാഖകൾ പാടില്ല, ഈ പറയുന്ന രീതിയിലുള്ള ആയുധ പരിശീലനം ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ പറയാമല്ലോ. അപ്പൊ ഇല്ലാത്ത കാര്യം എങ്ങനെ ഇവർക്ക് എതിർക്കാൻ സാധിക്കും? അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് ഇവർക്ക് എവിടെയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ RSSകാരായിട്ടുള്ള ആളുകൾ ക്ഷേത്ര പരിസരത്തേ വരാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല അഭിലാഷേ. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകും, നിയമവിധേയമായി ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ആചാരങ്ങൾക്കും വിധേയമായിട്ട് ആ എല്ലാ നിയമങ്ങളും അനുസരിച്ച് കൊണ്ട് തന്നെ ഞങ്ങൾ ക്ഷേത്രമുറ്റത്തുണ്ടാകും, ഞങ്ങൾ അവിടെ ഉണ്ടാകും. ഏത് നിയമപ്രകാരമാണ് നിങ്ങൾക്ക് ഞങ്ങളെ തടയാൻ സാധിക്കും? നിങ്ങൾ തടഞ്ഞോ? ഈ രാജ്യത്ത് നിലവിലുള്ള എല്ലാ നിയമമനുസരിച്ച്, ദേവസ്വം ബോർഡിന്റെ നിയമമനുസരിച്ച് ക്ഷേത്രത്തിന്റെ ആരാധനകൾക്കും ആചാരങ്ങൾക്കും വിധേയമായിട്ട് തന്നെ ക്ഷേത്രമുറ്റത്ത് RSSന്റെ പ്രവർത്തകന്മാരുണ്ടാകും. ഈ പറയുന്ന ഏതെങ്കിലും നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചോ? അങ്ങനെ പരിശോധിക്കുന്ന നടപടി സ്വീകരിക്കാം. പക്ഷേ അങ്ങനെ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ശ്രീ പന്തളം സുധാകരൻ, ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി എടുക്കുന്ന നിലപാട്, ദേവസ്വം വകുപ്പ് എടുക്കുന്ന നിലപാട്, ദേവസ്വം ബോർഡിന്റെ നിലപാട് വേറെയാണ്, അത് നമ്മൾ മനസ്സിലാക്കി. സർക്കാർ പൊതുവെ എടുക്കുന്ന നിലപാട്, ഇതൊക്കെ ശരിയായിട്ടുള്ളതാണോ? താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഞാൻ വളരെ ആശങ്കയോടും ഭീതി ജനകവുമായ ഒരു അന്തരീക്ഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. യഥാർത്ഥത്തിൽ BJPയുടേതായാലും CPMൻ്റേതായാലും നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ചർച്ചയിൽ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ ശരാശരി കേരളീയൻ അങ്ങേയറ്റത്തെ വേദന മാത്രമല്ല ഭീതിയുണ്ട് എന്നുള്ളതാണ് സത്യം. ബഹുമാനപ്പെട്ട ഭരണകക്ഷിയുടെ നേതാവ്, സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPMൻ്റെ സെക്രട്ടറി ബഹുമാന്യ ശ്രീ കോടിയേരി പറയുന്നത്, വയലിലെ പണിക്ക് വരമ്പത്ത് കൂലി. ഇവിടെ എൻ്റെ സ്നേഹിതൻ ശ്രീ MD രമേശ് പറയുന്നു, ഞങ്ങൾ ക്ഷേത്രത്തിൽ കാണും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നു.
അപ്പോൾ ഒന്ന് ദേശീയ തലത്തിൽ ദേശീയ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന പാർട്ടി, ഒന്ന് സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന പാർട്ടി. ഈ രണ്ട് പാർട്ടികളും കൂടി യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് എന്താ സംഭവിച്ചത്? ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ BJP CPM ശ്രീകൃഷ്ണന്മാരുടെ കയ്യിൽ എന്തായിരുന്നു? കൊലക്കത്തികളായിരുന്നു. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ ഈ സംസ്ഥാനത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ദയവ് ചെയ്ത് ഈ പരിശുദ്ധമായ പരിപാവനമായ ആരാധനാലയങ്ങൾ, അത് ഏത് ആരാധന, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആരാധനാലയങ്ങൾ ദുർവിനിയോഗം ചെയ്യരുത് എന്നൊരു അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് ഗൗരവമായി ഗവൺമെൻറ് കാണണം. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് പാർട്ടിയില്ല. ഈ സംസ്ഥാനത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പാക്കുന്നതിനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം അവരുടെ ആരാധന സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള നിലനിർത്തുന്നതിനുമുള്ള ഉത്തരവാദിത്വമാണ് ഒരു ഗവൺമെൻറ് ഉള്ളത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സംസ്ഥാന പാർട്ടി ഞാൻ മനസ്സിലാക്കുന്നത് വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ശ്രീ കോടിയേരി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും സായുധ സേന മോഡലിലുള്ള സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഘത്തെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ RSS ഒരു ഭാഗത്ത്, RSSനെ നേരിടാൻ മറ്റൊരു സൈന്യം, അങ്ങനെ രണ്ട് ഭരണകക്ഷി പ്രസ്ഥാനങ്ങൾ സായുധ സേനകളെ ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ഈ നാളെ സംഭവിക്കാൻ പോകുന്ന എന്ത് അപകടമാണ് നിങ്ങൾ ആലോചിക്കണം എന്ന് അതാണ് താങ്കൾ പ്രകടിപ്പിക്കുന്ന ആശങ്ക. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, അപായകരമല്ലേ ആ സ്ഥിതിവിശേഷം? RSSുമായി നിങ്ങൾക്കുള്ള പ്രത്യയശാസ്ത്രപരമായ ഭിന്നത പാർട്ടി തലത്തിലാണ്. പക്ഷേ ഒരു ഭരണകൂടം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുമ്പോൾ നാട്ടിൽ സമാധാന ഭംഗം ഉണ്ടാകാതെയും നോക്കണമല്ലോ. ഇവിടെ ഒരു സാമുദായിക ധ്രുവീകരണം തന്നെ ഉണ്ടായേക്കാവുന്ന അവസ്ഥയിലേക്ക് RSSനോ BJPക്കോ എങ്ങനെയാണോ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുക, അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യവും അവസരവും ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലാണോ ഇപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ? അല്ല, സർക്കാരിൻ്റെ പ്രവർത്തനവും CPIMൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കുഴക്കണ്ട. അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെയും RSSൻ്റെയും പ്രവർത്തനങ്ങളെ അതിന് അമ്പല പരിസരമാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ട് ശാഖകളെയാണ് ഉപയോഗിക്കുന്നത്. ശാഖയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ആയുധ പരിശീലനം തന്നെയാണ്. എവിടെയാണ് പരിശീലനം നടക്കുന്നത് എന്ന് ചോദിക്കുന്ന ശ്രീ MD രമേശനോട് ഞാൻ പറയാം, എവിടെയാണ് പരിശീലനം ശാഖയിൽ നടക്കാത്തത്? നടക്കാത്ത സ്ഥലം മാത്രം പറഞ്ഞാൽ മതി. ഏത് RSS ശാഖയിലാണ് ആയുധ പരിശീലനം നടക്കാത്തത്? അപ്പോൾ എല്ലാ RSS ശാഖയിലും നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട ആയുധ പരിശീലനം തന്നെയാണ്. ദണ്ഡ നിങ്ങൾ അതിൻ്റെ മുമ്പന്തിയിൽ നിർത്തിയിട്ടുള്ളതാണ്. അത് വെച്ചുകൊണ്ടുള്ള പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള പരിശീലനവും നമ്മൾ നടത്തുന്നുണ്ട്. രഹസ്യമായിട്ട് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ആയുധ പരിശീലനം നടത്തുന്ന സംഘടനയാണ് RSS. RSSൻ്റെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കലാണ്. അതുതന്നെ ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഒരു മുദ്രാവാക്യമല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു മുദ്രാവാക്യമല്ല. സമാധാനപരമായ അന്തരീക്ഷത്തിൽ അമ്പലത്തിൽ പോകുന്ന ഇവിടെ ആർക്കായതിന്? ഞങ്ങൾ അമ്പലത്തിൻ്റെ മുറ്റത്തുണ്ടാവുന്നതാണ്. അമ്പലത്തിൻ്റെ മുറ്റത്ത് നിങ്ങൾ ഉണ്ടാവുന്നതിൽ ആരും എതിരല്ല. അവിടെ കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, ഇടതുപക്ഷക്കാരുണ്ട്, വലതുപക്ഷക്കാരുണ്ട്, BJPക്കാരുണ്ട്. എല്ലാവരും അമ്പലമുറ്റത്തുണ്ടാവാം. അമ്പലമുറ്റത്ത് കൃത്യമായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിന് പോകുന്നതിന് ഞങ്ങളാരും എതിരായി നിൽക്കുന്ന പ്രശ്നമില്ല. എന്നാൽ അമ്പലമുറ്റത്തല്ല, നിങ്ങൾ അമ്പല പരിസരത്തിൽ പ്രത്യേകമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വൈകുന്നേരവും രാവിലെയും ശാഖ നടത്തുകയാണ്. ആ ശാഖ നടത്താൻ RSSന് എന്ത് അവകാശം? സായുധ പരിശീലനം നടത്താൻ ഒരു ക്ഷേത്രത്തിൻ്റെയും വളപ്പിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലപാട്. ആ നിലപാട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു. ദേവസ്വം ബോർഡ് അത് തന്നെയാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡുകാരന് ഇപ്പോൾ മനസ്സിലായിട്ടില്ല എവിടെയാണ് ആയുധ പരിശീലനം നടക്കുന്നത്. ആയുധമുണ്ടോ പരിശീലനമുണ്ടോ എന്നറിയില്ല. RSSൻ്റെ ശാഖ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒറ്റക്കാര്യം പറയാനുള്ളൂ, ശാഖ നടക്കുന്ന സ്ഥലത്തെല്ലാം ആയുധ പരിശീലനമുണ്ട്. അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് കബഡി മാത്രം കളിച്ചു പോവാണ് എന്നുള്ള ധാരണയിലാണ് ജനങ്ങളൊക്കെ RSSൻ്റെ ശാഖയെ സംബന്ധിച്ച് കാണുന്നത് എന്ന് ശ്രീ MD രമേശൻ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഉത്കണ്ഠൻ്റെയും പ്രശ്നമില്ല. വർഗീയതയ്ക്കെതിരായും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും അഴിമതി വിരുദ്ധവുമായ കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര മുദ്രാവാക്യത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോകും. ഒരു തരത്തിലുള്ള ആയുധ പരിശീലനവും CPIM നടത്താൻ ഉദ്ദേശിക്കുന്നില്ല.
RSSനെ നേരിടുന്നതിന് വേണ്ടിയിട്ടോ RSSന്റെ രാഷ്ട്രീയ സമീപനങ്ങൾക്കെതിരായിട്ടോ ആയുധ പരിശീലനം നടത്തേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയമില്ല. ശരി, CPM വിശദീകരിക്കുന്നത് ശ്രീ MT രമേശ്, അമ്പലമുറ്റത്ത് ഉണ്ടാകണം. അത് ഏത് പൗരന്റെയും, ഹൈന്ദവനാണെങ്കിൽ ആ ഹൈന്ദവന്റെ ഭരണഘടനാപരമായ അവകാശമാണ് ആരാധനാലയത്തിൽ പോയി അയാളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത്. അക്കാര്യം തടയാൻ ആർക്കാണ് പറ്റുക? ആർക്കും പറ്റില്ല. പക്ഷേ ആരാധനാലയത്തിൽ ചെന്ന് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ തർക്ക വിഷയം. ആരാധനാലയത്തിൽ ചെന്ന് ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നിയമം ഓർമ്മിപ്പിച്ചൊരു ഉത്തരവിറക്കുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. അതിലെന്താണ് അപാകത? അല്ല അഭിലാഷ്, ഞാൻ ഇപ്പോഴും നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് ചെയ്യുന്നത്, അത് പറയട്ടെ. എവിടെ? ഞങ്ങൾ കൃത്യമായിട്ട് ഇപ്പോഴും ചോദിക്കുന്നത്. ഇപ്പൊ ഗോവിന്ദ മാഷും പറയുന്നില്ല, കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നില്ല, കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്നത് വളരെ ലളിതമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏത് ക്ഷേത്രത്തിലാണ് ആയുധ പരിശീലനം ഉള്ളത്? അത് പറയട്ടെ. അല്ല, അതിൽ ശ്രീ MT രമേശ് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, എവിടെയൊക്കെയാണോ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണോ ശാഖയുള്ളത് അവിടങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള ഡ്രില്ലും കായിക പരിശീലനവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ മറുപടി. എന്ന് മാത്രമല്ല, ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നല്ലോ, കൊല്ലത്തെ ഒരു ക്ഷേത്രത്തിൽ പരിശീലനം നടത്തുന്നു. 100 ദിവസമായില്ലേ ഇവർ ഭരിക്കുന്നത്? അല്ല, തീർച്ചയായും ഭരണകൂടം അതിന്റെ ഉത്തരവാദിത്വം ചെയ്യണം. ഹൈക്കോടതിയിൽ ഈ അടുത്തൊരു കേസ് അല്ല, കൊല്ലത്തെ ഒരു ക്ഷേത്രത്തെ കുറിച്ച് ആയുധ പരിശീലനം നടത്തുന്നു എന്ന് പറഞ്ഞൊരു കേസ് വന്നു. അക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സബ്മിഷൻ ചിലയിടങ്ങളിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ചിലയിടങ്ങളിലുണ്ട്. അപ്പോൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശാഖ നടത്തുക എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ള ഒന്നല്ല. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോടതിയെ ബോധിപ്പിച്ചത്. ദേവസ്വം ഓംബുഡ്സ്മാൻ അറിയിച്ചതും ഇതേ കാര്യം തന്നെയാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപിതമായ നിലപാട് ശാഖ നടത്താൻ അനുമതിയില്ല ക്ഷേത്രവളപ്പിൽ എന്നുള്ളതാണ്. അക്കാര്യത്തിലൊരു പുതുമയുമില്ല ശ്രീ MT രമേശ്. അഭിലാഷേ, അങ്ങനെ ശാഖ നടത്താൻ അനുവാദമില്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരം ശാഖകൾക്കെതിരായി നടപടി സ്വീകരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല? കഴിയാത്തതിന് കാരണം ഇവർ പറയുന്നത് പോലെയുള്ള ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനവും ക്ഷേത്ര പരിസരത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം അഭിലാഷേ, ഇന്ന ക്ഷേത്രത്തിൽ RSS ആയുധ പരിശീലനം നടത്തുന്നു, ഞങ്ങൾ തടയാൻ നോക്കി, സാധിച്ചില്ല. ഇവർക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. 100 ദിവസമായില്ലേ ഇവര് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ദേവസ്വം വകുപ്പ് മന്ത്രിയെ വെല്ലുവിളിച്ചല്ലോ. അദ്ദേഹം വരാം കൂടെ. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ അദ്ദേഹം വരാം. എവിടെയാണ് കടകംപള്ളി സുരേന്ദ്രന് പരാതി കിട്ടിയ ക്ഷേത്രം? ഏതാണ്? ആയുധ പരിശീലനം നടക്കുന്നു, ആയുധങ്ങൾ സംഭരിക്കുന്നു. എവിടെയാണ് പരാതി? ഞങ്ങളുമൊന്ന് അറിയട്ടെ. ഏത് ക്ഷേത്രത്തെ കുറിച്ചാണ് പരാതി? കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ. ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് മുഴുവൻ ഞാനിവിടെ സൂചിപ്പിച്ച പരാതി ഉണ്ടായത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ്. അവിടെയാണ് പരാതി ഉണ്ടായത്. ബാക്കിയുള്ള എവിടങ്ങളിലൊക്കെ പരാതി ഉണ്ട് എന്ന് പറയേണ്ടത് ദേവസ്വം മന്ത്രിയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് എന്ത് പരാതി? അല്ലല്ല, പറഞ്ഞു പോകണം അഭിലാഷെ, പറഞ്ഞു പോകണം. എന്ത് പരാതി? അവിടെ എന്താ പരാതി? പറ. 2 വർഷം അവിടെ എന്താ പരാതി? 2 വർഷം മുൻപ് എന്ത് പരാതി? ക്ഷേത്രത്തിൽ 2 വർഷം മുമ്പ് ആയുധ പരിശീലനം നടക്കുന്നു എന്ന പരാതി ഉണ്ടെങ്കിൽ ഒരു ചെറിയ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ പോലീസിന് പരാതി കൊടുത്തു. തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ടല്ലോ പന്തള സുധാകരൻ. നിങ്ങൾ ചോദിക്കുക, 5 കൊല്ലക്കാലം ക്ഷേത്ര ഭരണസമിതിക്ക് പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. യാതൊരു ഫലവും ഉണ്ടായില്ല. അവിടെ പരാതിപ്പെട്ട സ്ഥലത്ത് ഇവൻ കൊലക്കേസ് പ്രതിയായിട്ടുള്ള ആൾ പോലും ഈ ശാഖയുടെ മറവിൽ ഈ പറയുന്ന ക്ഷേത്രത്തിനകത്ത് സേഫായിരിക്കുന്നു എന്നുള്ളതായിരുന്നു പരാതി. ഒരു നടപടിയും ഉണ്ടായില്ല. പോലീസിൽ നിന്ന് നടപടി ഉണ്ടായില്ല, ക്ഷേത്രം അധികാരികളിൽ നിന്ന് പരാതി ഉണ്ടായില്ല. തുടർന്ന് ഹൈക്കോടതിയിൽ ഹർജി വന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്വേഷണം ഉണ്ടായത്. ദേവസ്വം ഓംബുഡ്സ്മാൻ നിലപാട് വ്യക്തമാക്കിയത്. ഇതൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതിൽ കൃത്യമായി ആയുധ പരിശീലനം നടക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിനോട് വിശദീകരണം ചോദിച്ചത്. അപ്പോൾ ഇത് കേരളത്തിൽ എവിടെയും ഇല്ലാത്ത കാര്യമാണ് എന്ന് പറയരുത്. ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകനല്ലേ? ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല, അങ്ങനെ പറയല്ലേ. നിങ്ങളൊരു ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകനാണ്. കേരളത്തിൽ നിലവിലുള്ള നിയമമനുസരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അത് ക്ഷേത്ര പരിസരം പോലും വേണ്ട, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരസ്യമായി ആയുധ പരിശീലനം നടക്കുന്നു എന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചാൽ ആ പോലീസിന് നടപടിയെടുക്കാമല്ലോ. നടപടിയെടുക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ നടപടിയെടുത്തില്ല എങ്കിൽ കോടതിയിൽ നിങ്ങൾ കേസ് കൊടുത്താൽ ആ പോലീസ് സമാധാനം പറയണ്ടേ? നിങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഒരു ക്ഷേത്ര പരിസരത്തെ കാര്യമായതുകൊണ്ട് RSS പൊതുവെ വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരാതി വന്നാൽ പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? പോലീസ് നടപടി എടുക്കാറില്ല ഇത്തരം പരാതികളിൽ എന്നാണ് പരാതിക്കാർ കോടതിയെ ബോധിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സർക്കാരിന് ഇടപെടേണ്ടി വരുന്നത്. അപ്പൊ കോടതി എന്ത് പറഞ്ഞു? കോടതി പോലീസിനെ വിളിച്ചു വരുത്തിയോ? കോടതിയെ വിശദീകരണം തേടി. കോടതി പോലീസോട് നടപടി എടുക്കണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ സബ്മിഷൻ ഇക്കാര്യത്തിൽ അവിടെ ശാഖാ പ്രവർത്തനം ഉണ്ടായിരുന്നു. അത് ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് കോടതിക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് യാതൊരു തരത്തിലുള്ള അനധികൃതമായ പ്രവർത്തനങ്ങളും അനുവദിക്കുകയില്ല, അത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സർക്കാർ ഇപ്പോൾ അത് തന്നെയല്ലേ പറയുന്നത്? അനധികൃതമായ യാതൊരു പ്രവർത്തനങ്ങളും നടത്താൻ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ അനുവദിക്കുകയില്ല, ഞങ്ങൾ നടപടിയെടുക്കും. അത് തന്നെയാണല്ലോ സർക്കാരും പറയുന്നത്. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. നിങ്ങൾ പറയുന്ന ഈ ക്ഷേത്രത്തിൽ ആയുധ പരിശീലനം ഉണ്ട് എന്ന് കോടതി കണ്ടെത്തിയോ? അതുണ്ടെങ്കിൽ ഗുരുതരമായ തെറ്റല്ലേ? അതിൽ നടപടിയെടുത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ശാഖ അവസാനിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ ശ്രീ എം ടി രമേശ് കേൾക്കൂ. ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഹൈക്കോടതിയെ അറിയിച്ചത് അവിടെ ഇത്തരത്തിലുള്ള പരിശീലനം നടക്കുന്നുണ്ടായിരുന്നു. അത് ദേവസ്വം ബോർഡ് സമ്മതിച്ചു. അതിനുശേഷമാണ് ഈ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനുവദിച്ചിട്ടില്ല ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണന്റെ ബെഞ്ചിൽ 2015 ജൂൺ മാസം 6-ാം തീയതി. എന്തിനാ അഭിലാഷേ ദേവസ്വം ബോർഡിന്റെ അനുമതി? ഒരു ദേവസ്വം ബോർഡിന്റെ അനുമതിയും വേണ്ട. ഈ രാജ്യത്തിലെ വ്യവസ്ഥാപിത നിയമം അനുസരിച്ച് പൊതു ഇടങ്ങളിൽ, ആളുകൾ കൂടുന്നിടങ്ങളിൽ ആയുധ പരിശീലനം നടത്താൻ ആർക്ക് അധികാരമുള്ളത്? അതിനൊരു ദേവസ്വം ബോർഡിന്റെയും അനുമതി വേണ്ട, ഒരാളുടെയും വിശദീകരണം വേണ്ട. നിങ്ങൾ പറയുന്ന ക്ഷേത്രത്തിൽ ആയുധ പരിശീലനം നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ പോലീസ് സംഘടനയുടെ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ടോ സർക്കാർ? അതാണ്, അവിടെയാണ് വ്യത്യാസം. എന്തോ അതല്ലാതെ RSS എന്ന സംഘടനയുടെ എന്തെങ്കിലും പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ടോ സർക്കാർ? നിരോധിക്കാൻ ആലോചിക്കുന്നുണ്ടോ? RSSകാരോട് ക്ഷേത്രത്തിൽ കയറരുത് എന്ന് പറയുന്നുണ്ടോ? എന്തെങ്കിലും വിലക്ക് കൽപ്പിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അനധികൃത പ്രവർത്തനങ്ങൾ നടത്തരുത്, അത്രയേ പറയുന്നുള്ളൂ. അതിലെന്താണ് നിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് സ്വാഗതം ചെയ്യാത്തതെന്നാണ് എന്റെ അത്ഭുതം. അനധികൃത പ്രവർത്തനം എന്നുകൂടി പറഞ്ഞു തരണം. എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ അഭിലാഷ് വെള്ള വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുന്ന സമയമെന്ന് പറയണ്ടേ? അതങ്ങനെയല്ലേ സാധാരണ? എവിടെയാണ്, ഏത് ക്ഷേത്രത്തിലാണ്? അതാണ് തർക്കമെങ്കിൽ അനധികൃത പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് RSSകാർക്ക് ചെയ്യാൻ പാടില്ലാത്തത്? സർക്കാർ ഇപ്പോൾ ഒരു ഉത്തരവ് ഇറക്കുകയാണ്. ഉത്തരവ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഉത്തരവ് ഇറങ്ങിയാലേ അത് ലഭ്യമാകൂ. എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? RSSന്റെ എന്ത് പ്രവർത്തനം എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ RSSകാർ ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ആളുകളും ഉണ്ടാകുമല്ലോ. അവർക്ക് ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരും. അവരുടെ ചില കൂട്ടായ്മകൾ തന്നെ ഉണ്ടായേക്കാം. അപ്പോൾ സർക്കാർ വിലക്കുന്നത് എന്താണ്? ശ്രീ എം ടി രമേശിന് വ്യക്തമാകാൻ വേണ്ടി താങ്കൾക്ക് അറിവുണ്ടെങ്കിൽ എന്താണ് സർക്കാർ വിലക്കുന്നത്? പറയുന്നത് ഒരു പാർട്ടിക്കാരൻ്റെയോ ഒരു സംഘത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഒരു പ്രത്യേക കേന്ദ്രമല്ല. അവിടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് മതപരമായ ധാരണയനുസരിച്ച് പോകുന്ന വിശ്വാസികളായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത മുഴുവൻ മനുഷ്യർക്കും അവിടെ ആരാധനാലയത്തിൻ്റെ ഭാഗമായിട്ട് പോകാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞു, RSSകാർക്ക് പോകാം, CPIക്കാർക്ക് പോകാം, CPMകാർക്ക് പോകാം, കോൺഗ്രസ്സുകാർക്ക് പോകാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരിലും പെട്ട വിശ്വാസികൾക്ക് അവിടെ പോകാൻ അവകാശമുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രീ എം ടി രമേശ് പറയുന്നത് പോലെ ആണെങ്കിൽ പ്രശ്നമില്ല. എവിടെയാണ് ശാഖ നടക്കുന്നത് എന്നത് എം ടി രമേശന് അറിയാലോ. എം ടി രമേശൻ അറിയുന്ന ശാഖ നടക്കുന്ന എല്ലാ ക്ഷേത്രാങ്കണത്തിലും, ക്ഷേത്രമുറ്റത്തല്ല, ക്ഷേത്രത്തിൻ്റെ വളപ്പിൽ, പ്രദേശത്ത്, അതിൻ്റെ നാലുകെട്ടിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നാലുകെട്ടില്ലെങ്കിൽ പറമ്പിൽ, അവിടെ ശാഖ നടക്കുന്നുണ്ട്. നിരവധി കേന്ദ്രങ്ങളിൽ ശാഖ നടക്കണം. ഒരു കേന്ദ്രത്തിലോ രണ്ട് കേന്ദ്രത്തിലോ പറയേണ്ട ഒന്ന് ഇതാ, ഒരു കേന്ദ്രം ഇതാ, രണ്ടാമത്തെ കേന്ദ്രം ഇതാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ശാഖ നടക്കുന്നുണ്ട്. ആ നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ നടക്കുന്ന ശാഖ ഒരു വിഭാഗത്തിൽപ്പെട്ട, ഹിന്ദു ഒന്നുമല്ല, ഒരു വിഭാഗത്തിൽപ്പെട്ട വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള പരിശീലനം നൽകാൻ RSSകാർക്ക് ഒരു തരത്തിലുള്ള അവകാശവുമില്ല. ആ അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല. അതാണ് ഗവൺമെന്റ് പറഞ്ഞത്.
ശരി, ആരെയും അനുവദിക്കാൻ പാടില്ല എന്ന് താങ്കൾ വിശദീകരിക്കുന്നു. ശ്രീ പന്തളം സുധാകരൻ ഗവൺമെന്റ് അങ്ങനെ പറയണ്ടേ? ഗവൺമെന്റ് നിയമവിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറയാനൊട്ട് പറ്റുകയുമില്ല. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഭരിക്കുന്നത് നിങ്ങളുടെ സർക്കാർ തീരുമാനിച്ച ഭരണസമിതിയാണല്ലോ. ആ ഭരണസമിതി RSSനെ കാണുന്നത് ഭക്തരുടെ ഒരു സംഘമായിട്ടാണ്. RSS ഭക്തരുടെ ഒരു കൂട്ടായ്മയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. അവർക്ക് അവരുടേതായ പ്രവർത്തനങ്ങൾ ക്ഷേത്രാങ്കണങ്ങളിൽ നടത്താമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. ഇങ്ങനെയാണ് കാലാകാലങ്ങളായി വന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകൾ സ്വീകരിച്ച സമീപനമെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ അതല്ല നിയമം എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അതിനെന്തിനാണ് ആശങ്കയോടുകൂടി കാണുന്നത്? അല്ല, നിയമം പാലിക്കാനും പുതിയ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനൊക്കെ ഒരു ഗവൺമെൻറ് അവകാശമുണ്ട്. പക്ഷേ ഇവിടെ ജനങ്ങൾ സംശയത്തോടു കൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഓരോ നീക്കത്തെയും കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയമില്ല. ശ്രീ അഭിലാഷ് പറഞ്ഞത് ഒക്കെ ആണ് ഞാനിത് അറിയുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് RSS പ്രവർത്തകർ അതിനെക്കുറിച്ച് പറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഒരു കാര്യം, ഈ എല്ലാ വിശ്വാസികൾക്കും ഏത് ആരാധനാലയത്തിലും സ്വസ്ഥമായി പോകാനും ഭജനമിരിക്കാനും അല്ലെങ്കിൽ ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഇവിടെ അതിന് ഉറപ്പുവരുത്താനുള്ള അവകാശം അധികാരം ഗവൺമെൻറ്റിനാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന CPM ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നത് യഥാർത്ഥത്തിൽ CPMൻ്റെ പാലക്കാട് പ്ലീനം പറഞ്ഞ എന്താണ്? പ്ലീനം പറഞ്ഞ കാര്യം മാധ്യമങ്ങളിൽ വായിച്ച് ഞങ്ങളൊക്കെ അറിഞ്ഞത്, യാതൊരു കാരണവശാലും സാമുദായിക സംഘടനയുമായി ബന്ധപ്പെടാൻ പാടില്ല, സാമുദായിക അനാചാരങ്ങൾക്കെതിരെ നിലപാടെടുക്കണം CPM എന്നൊക്കെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും CPMൽ നിന്നും BJPയിലേക്ക് അവരുടെ പ്രവർത്തകർ ചോർന്നു പോകുന്നു എന്നുള്ളൊരു ആശങ്ക CPMനുണ്ട്. അപ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കണ്ട ഒരു ഹൈന്ദവ വികാര പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM നടത്തുന്നത്. അല്ലാതെ ഈ ഹൈന്ദവരെ സംരക്ഷിക്കുന്നതിനോ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനോ ഉള്ള ഒരു ശ്രമമല്ല. ഇതൊരു ശുദ്ധമായ ഒരു പ്രകടനമാണോ, ഹൈന്ദവ വിരുദ്ധതയാണോ? അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആർക്കെങ്കിലും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണ്ടതുണ്ട്. എനിക്ക് വളരെ ചെറിയ ഒരു ഇടവേള അനിവാര്യമാണ്. തിരിച്ചെത്താം. Editor's Hour brought to you by iBell Home Appliances. iBell complete line of home appliances. Nadage iBell, beedage iBell. Happiness every day. iBell, your dream comfort. iBell, your life of luxury. iBell, your life of ease. iBell LED TV 5 വർഷം വാറന്റിയോടെ cutting edge technology, unbeatable price. Nadage iBell, beedage iBell. മുടികൊഴിച്ചിലും താരനും മാറ്റി മുടി വളരുവാൻ മുടിക്ക് വേണ്ടിയൊരിടം മാവേലിൽ ഹോസ്പിറ്റൽ അടൂർ. വിവിധ ചികിത്സകൾ ചെയ്തിട്ടും ഹെയർ ഓയിലുകൾ ഉപയോഗിച്ചിട്ടും മുടികൊഴിച്ചിലും താരനും മാറാത്തവർക്ക് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി സമൃദ്ധമായി വളരുവാൻ മുടിക്ക് വേണ്ടിയൊരിടം മാവേലിൽ ഹോസ്പിറ്റൽ, മരുവിമൂട്, അടൂർ. ഫോൺ 8590039900. മാറാത്ത മുടികൊഴിച്ചിലിനും താരനും മാറുന്ന പ്രതിവിധി. തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് MV രാഘവൻ സ്മാരക സഹകരണ മന്ദിരം ഉദ്ഘാടനം സെപ്റ്റംബർ 10 3 മണിക്ക് ബഹുമാനപ്പെട്ട സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ നിർവഹിക്കുന്നു. ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. സ്വപ്നതുല്യമായ ചുവടുവെപ്പുകൾ ഇനി പുത്തൻ പുതിയ ഉന്മേഷത്തിന്റെ മനംമയക്കുന്ന ഭംഗിയിലൂടെയാകട്ടെ. AGL ഫുഡ് കെയർ. ഈ ഓണക്കാലത്ത് കണ്ണൂരിന് 1 കോടി പ്രണാമവും 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി നിക്ഷാൻ. ആഴ്ചതോറും 2 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ, 1 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ, 10 റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, കണ്ണൂർ. വെൽവർത്തിന്റെ മിറർ ഫിനിഷ് ടെക്നോളജി ഉണ്ടെങ്കിൽ പൈപ്പിനകം കണ്ണാടി പോലെ സ്മൂത്ത് ആവും. തെന്നി പറന്ന് പോണോണ്ട് വെള്ളത്തിനൊക്കെ എന്തുട്ടാ ഫോഴ്സ്. കറണ്ട് ബില്ല് വിത്ത് മിറർ ഫിനിഷ് ടെക്നോളജി. സംഭവം സ്മൂത്ത് ആണ്ടാ. ഞാൻ അവളെ വിശ്വസിച്ചു. അനുഭവം, അതാണ് സത്യം. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവിച്ചറിഞ്ഞ ദൃഢബന്ധം. വെൽവർത്തിന്റെ മിറർ ഫിനിഷ് ടെക്നോളജി ഉണ്ടെങ്കിൽ പൈപ്പിനകം കണ്ണാടി പോലെ സ്മൂത്ത് ആവും. തെന്നി പറന്ന് പോണോണ്ട് വെള്ളത്തിനൊക്കെ എന്തുട്ടാ ഫോഴ്സ്. കറണ്ട് ബില്ല് വിത്ത് മിറർ ഫിനിഷ് ടെക്നോളജി. സംഭവം സ്മൂത്ത് ആണ്ടാ. His shining light
V-Star, the new body language. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഷോറൂം. ഫീൽ ദ ബെസ്റ്റ് ഓഫ് ക്വാളിറ്റി. മണ്ണാംതറ ടൈൽ ഹൗസ്, പറവൂർ ആൻഡ് കൊടുങ്ങല്ലൂർ. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അടുത്തിടെ വിവാദമായത്? ഓണം, പൂക്കളം, നിലവിളക്ക്, മതപരമായ ചില ആചാരാനുഷ്ഠാനങ്ങൾ, ഇവയൊക്കെ രാഷ്ട്രീയ ചർച്ചയിലേക്ക് നിരന്തരം കടന്നു വരികയാണ്. അവിടങ്ങളിലൊക്കെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് അവരുടെ പോയിന്റ് മുന്നോട്ട് വയ്ക്കാൻ, പൊതുമണ്ഡല വ്യവഹാരത്തിൽ അവർക്ക് ഇടം കിട്ടാൻ ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ആരോപിക്കുന്നത് CPIMന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ തന്നെ ആസൂത്രണം ചെയ്യുന്നതാണ് ഈ വിവാദം എന്നാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറാൻ അങ്ങനെ ഒരു ആസൂത്രണം CPIM നടത്തുന്നുണ്ടോ? മുൻപ് ബീഫ് വിവാദകാലത്ത്, അസഹിഷ്ണുത വിവാദകാലത്ത് ഇടതുപക്ഷം ശക്തമായി നിലപാടെടുത്തു. ആ നിലപാട് പ്രശംസിക്കപ്പെട്ടു. അതിന് തെരഞ്ഞെടുപ്പിൽ പോലും ഗുണമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു കൈവിട്ട അപായകരമായ നിലയിലേക്ക് ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ തമ്മിലുള്ള സംഘർഷം പോകുന്നുണ്ടോ? അതിൽ CPIM ഇപ്പോഴത്തെ ഭരണകക്ഷി ഒരു വലിയ റോൾ വഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഭരണകക്ഷി എന്ന രീതിയിലും ഗവൺമെൻറ് എന്ന രീതിയിലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുക. അത് വോട്ട് കിട്ടുമോ വോട്ട് കിട്ടില്ലയോ തോക്കോ ജയിക്കോ നോക്കിയിട്ടല്ല. മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും CPIMഉം അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ആ കാര്യത്തിൽ ഒരു മാറ്റവും വിട്ടുവീഴ്ചയും വരുത്തില്ല. എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന ഓരോ പ്രശ്നത്തിൻ്റെ മേലെ ശരിയായ നിലപാട് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പോൾ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ എന്താ പറഞ്ഞത്? ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു RSSന്റെ ശാഖ നടത്താൻ ഞങ്ങൾ അനുവദിക്കും. ആയുധ പരിശീലനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, VD സതീശൻ നേരത്തെ പറഞ്ഞു, മാർക്സിസ്റ്റുകാർ എന്നെപ്പറ്റി തന്നെ പറഞ്ഞു, ഗോവിന്ദമാഷ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നാണ്. ഞാൻ ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ ഈ നിലപാടിനെ പറ്റി എന്താ പിന്നെ അതിന് മലയാളത്തിൽ പറയാം? ഹിന്ദുത്വ ദുർബലമായ രീതിയിലുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള വാദമാണ്. ഹിന്ദുത്വത്തിൻ്റെ വർഗീയവാദികൾക്ക് വേണ്ടിയുള്ള വാദമാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതല്ല. ഹിന്ദു വർഗീയവാദികൾക്ക് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള വാദം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് നടത്തിയിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ നിലപാടിന് വിരുദ്ധമായി RSSന്റെ ശാഖ നടത്താൻ ഞങ്ങൾ അനുവദിക്കും. ആയുധ പരിശീലനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റായിരുന്നു കൊടുത്തത്. ആ നിരുത്തരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? മൃദു ഹിന്ദുത്വത്തിൻ്റെ പ്രശ്നമാണ്. വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പൂക്കളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചു. പൂക്കളം എവിടെയും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പൂക്കളം പക്ഷേ ഓഫീസ് സമയത്താണ് ഈ പൂക്കളങ്ങളൊക്കെ തയ്യാറാക്കേണ്ടത് എന്ന ധാരണ വേണ്ട. അത് പറയുക ശരിയല്ലേ? പൂക്കളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശമ്പളവും കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിൽ ബാക്കിയുള്ളവരും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓഫീസ് സമയം അല്ലാത്ത സമയത്ത് പൂക്കളം നിർമ്മിക്കുകയോ ഓണാഘോഷ പരിപാടി നടത്തുകയോ സദ്യ നടത്തുകയോ ചെയ്യുന്നതിൽ ആർക്കാണ് എതിർപ്പുള്ളത്? ആർക്കും എതിർപ്പുണ്ടാവേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ അതാണ് ആ കാര്യത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത് ഉൾപ്പെടെയുള്ള അമ്പലങ്ങളിൽ അതിൻ്റെ മുറ്റത്തല്ല, അതിൻ്റെ കോമ്പൗണ്ടുകളിൽ RSSന്റെ പരിശീലനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, എവിടെ RSSന്റെ പരിശീലനം നടക്കുമ്പോൾ 1925 മുതൽ RSS എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ട ആ ഘട്ടം മുതൽ ആരംഭിച്ചതാണ് RSSന്റെ ഡ്രില്ലും പരിശീലനവും. ആ പരിശീലനത്തിൽ എവിടെ കുത്തിയാലാണ് ആദ്യം ചാവുക എന്ന് മർമ്മം പഠിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് വെറുതെ പറയുകയാണ്. ശരി, അപ്പോൾ ആരോപണം താങ്കൾ നേരത്തെ ഉന്നയിച്ചു. BJPക്ക് വേണ്ടി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, BJPയുടെ സംസ്ഥാന സെക്രട്ടറി, ചർച്ചയിൽ പങ്കെടുക്കുന്നു. സ്വാഗതം ശ്രീ B ഗോപാലകൃഷ്ണൻ. സർക്കാർ ക്ഷേത്ര പരിസരങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രമുറ്റത്ത് ശാഖാപ്രവർത്തനം പാടില്ല എന്ന് ഉത്തരവിറക്കുന്നു. BJP അതൊന്നും നടക്കില്ല, ക്ഷേത്രമുറ്റത്ത് ഇതുവരെ ശാഖ നടന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നടക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. പിന്നെ മറ്റനേകം വിഷയങ്ങളും BJPയെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് ഹൈന്ദവ വികാരം പ്രോജ്വലിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായി ഇതിനെ വിനിയോഗിക്കാൻ പോവുകയാണോ? എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഇതിൽ ഹൈന്ദവ വികാരത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് CPM ഹിന്ദു സമൂഹത്തെ തകർക്കുക എന്നതാണ് CPMന്റെ പ്രഥമമായ ലക്ഷ്യം. കാരണം ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ വന്ന സമയത്ത്
അവർ രാജ്യദ്രോഹികളായിട്ടുള്ള ചില സംഘടനകളുടെ പിന്തുണ മേടിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇവിടുത്തെ NDF അടക്കമുള്ള മദനി അടക്കമുള്ള ചില ആളുകളുമായിട്ടുള്ള രഹസ്യ ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുമായിട്ടുള്ള ആ സന്ധ്യയിൽ നിലവിളക്ക് കത്തിക്കാൻ പാടില്ല, RSSനെ നിരോധിക്കണം, അതുപോലെ തന്നെ പൂക്കളം പാടില്ല. ഇനിയുണ്ടാവും, കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദീപാവലിയുടെ വിഷയം വരും. ഹിന്ദു സമൂഹത്തെ തകർക്കുക, ഹിന്ദു സങ്കല്പത്തെ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഗോവിന്ദ മാഷോട് പറയാം. ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദ മാഷെ, നിങ്ങൾ എത്ര കാലമായി തുടങ്ങിയതാ? നിങ്ങൾ വിചാരിച്ചാൽ ഒരു ചുക്കും ചുണ്ണാമ്പോ RSSന് BJPയോ ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ പോലെയുള്ള ധാരാളം ആളുകൾ കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. നിങ്ങൾ പറഞ്ഞല്ലോ കത്തി പഠിപ്പിക്കുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ മർമ്മം പഠിപ്പിക്കുന്നു. നിങ്ങളല്ലേ ഇപ്പൊ കളരി ആശാനെയും ഒക്കെ വെച്ചിട്ട് മാർഷൽ ആർട്സ് തുടങ്ങിയത്? അവിടെ എന്താ നിങ്ങൾ പന്ത് കളിപ്പിക്കുക? അവിടെ എന്താ നിങ്ങളെന്താ ബാറ്റ് കളിപ്പിക്കുക? നിങ്ങളവിടെ മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് നിങ്ങളല്ലേ? അപ്പൊ നിങ്ങൾക്കെല്ലാം ആവാം. RSSന് കളരി പാടില്ല, RSSന് ശാരീരിക പാടില്ല, RSSന് യോഗ പാടില്ല. നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ ഈ കേരളം എന്ന് പറഞ്ഞാൽ. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അവകാശമുള്ളതാണ് കേരളം, ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും അവകാശമുള്ളതാണ് ക്ഷേത്രം. പക്ഷെ നിങ്ങൾ ഇത്രയും കാലം ക്ഷേത്രത്തെ എതിർത്തു. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകരുമെന്ന് പറഞ്ഞത് നിങ്ങളാണ്. ഒരു ഈശ്വരൻ എന്തിനു പാറാമെന്ന് ചോദിച്ചത് നിങ്ങളാണ്. ഒരു ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു മടുത്തതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുന്നില്ല. ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ ഒരു മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ നടത്തുക, ക്ഷേത്രത്തിൽ കടന്നു കയറുന്നു, പൂക്കളം ഓണം പാടില്ല എന്ന് പറഞ്ഞു, ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തച്ചു തകർക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് മുൻപിൽ വിലപ്പോകുമോ എന്നറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടുന്നു, അത് നിങ്ങൾ നന്നായി ഉപയോഗിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ സർക്കാർ നിയമമാണ് പറയുന്നത്, നിലവിലുള്ള നിയമം, അതല്ലാതെ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കും എന്നല്ല. അങ്ങനെ നിയമം പറയുമ്പോൾ അതിനെ ലംഘിച്ചാൽ എന്താകും ഈ സംസ്ഥാനത്തുണ്ടാവുക? അങ്ങനെ നിയമം ലംഘിച്ച് പ്രവർത്തിക്കേണ്ട, നിയമം ലംഘിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട ഇടങ്ങളാണോ ക്ഷേത്രങ്ങൾ? അല്ലെ അഭിലാഷേ, നിങ്ങൾക്ക് നിയമം കൊണ്ടുവരാൻ പറ്റുമോ RSSകാർ അമ്പലത്തിൽ പോണ്ടാന്ന്? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഒരു ഉത്തരവും വരാൻ നിയമം പറയാണ്, ഇവര് മതേതരത്വം പറയാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ അഭിലാഷേ, ഇവര് നിയമം പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 12:30 മണിയെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ സകല സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരും CPMന്റെ ആൾക്കാരും ഒക്കെ 12:30 മണിക്ക് മുസ്ലിം പള്ളിയിൽ പോകും. ഞാൻ കോടതിയിലെ അഭിഭാഷകനാ. 12:30 മണിക്ക് ജഡ്ജി പേര താഴെ വെച്ച് പള്ളിയിൽ പോകും. 12:30 മണിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും ജോലി തീരില്ലല്ലോ. 1:30 മണിക്കോ 1 മണിക്കോ അല്ലേ തീരുക? എന്താ ഇവർക്ക് നിരോധിക്കാൻ പറ്റുമോ 12:30 മണിക്ക്? അങ്ങനെയാണ് ഞാനിത് അംഗീകരിക്കുക. ഈ മതനിരപേക്ഷത ഹിന്ദു സമൂഹത്തിനോട് മാത്രമേ ഉള്ളൂ, നിരപേക്ഷത ഹിന്ദുക്കളോട് മാത്രമേ ഉള്ളൂ. ബാക്കി ആളുകൾ ചെയ്യുന്നത് എന്താ ഇവർ പറയാത്തത്? ഞാനൊരു 100 കാര്യങ്ങൾ ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാമല്ലോ. അപ്പൊ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധമാണ് എന്നതാണ് ഇവരുടെ സങ്കല്പം. പിന്നെ വേറൊരു വിഷയം ഞാൻ പറഞ്ഞല്ലോ, ആയുധത്തിന്റെ ഏർപ്പാട്, ക്ഷേത്രങ്ങളിൽ ആയുധങ്ങളുമായിട്ട് RSS വരികയാണെങ്കിൽ ഇവർ നിരോധിച്ചോട്ടെ, അവർ നിരോധിച്ചോട്ടെ. ഇനി ഞങ്ങൾക്കൊരു വിരോധവുമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രശ്നം RSSകാർക്കും BJPക്കാർക്കും ഇങ്ങനെയൊക്കെ പറയാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ സർക്കാരിന്റെ പല നീക്കങ്ങളും? യഥാർത്ഥത്തിൽ ഒരു ഓഫീസിനകത്ത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവായി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പ്രചാരണപരമായി മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പൊതുപ്രസ്താവനകളായി പറയുന്നു. ഇതൊരു പൊതുമണ്ഡല ചർച്ചയായി മാറുന്നു. ആത്യന്തികമായി എന്താണ് സംഭവിക്കുക? ആത്യന്തികമായി ധാരാളം വർഗീയത പറയാൻ എല്ലാവർക്കും അവസരമുണ്ടാകുന്ന ഒരു സംഗതിയായി ഇത് മാറുകയല്ലേ? അല്ല, ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത് കേട്ടാ വിചാരിക്കുക മാർക്സിസ്റ്റുകാരൊക്കെ ഇങ്ങനെ മാളത്തിലിങ്ങനെ ഒളിച്ചു കൊള്ളണം, ഞങ്ങൾ RSSകാർ എന്തു ചെയ്യുമെന്നാണ്. നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടാണല്ലോ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും CPM ഒക്കെ പ്രവർത്തിച്ചു വന്നത്. ഗോപാലകൃഷ്ണനാണ്, നിങ്ങൾ ആയുധം ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ബോംബ് ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരേ സമയം നിരവധി കേന്ദ്രങ്ങളിൽ ബീഡി കമ്പനിക്ക് നേരെ ബോംബ് എറിഞ്ഞിട്ടുണ്ട്, വീടിൽ കടന്നുറങ്ങുന്ന ആളെ കയറി വീട്ടിൽ വെട്ടിക്കൊന്നിട്ടുണ്ട്. ഇപ്പോഴും അമ്പലത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇന്നിപ്പോൾ RSS കേന്ദ്രത്തിൽ ഇവിടെ പള്ളിക്കുന്നിൽ ബോംബ് പിടിച്ചിട്ടുണ്ട്. എത്രയോ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തിൽ ഉള്ള ഒരു കിണറ്റിൽ കൊണ്ടുപോയിട്ട് വെച്ച ബോംബ് പൊട്ടിയിട്ട് നിരവധി അപകടം സംഭവിച്ചിട്ടുണ്ട്. BJPക്കാർ ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല. എന്നിട്ട് പുതിയ ആളായിട്ട് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ RSSനെ ഇല്ലായ്മ ചെയ്യുക, നിരോധിക്കുക എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
പിന്നെ ഞങ്ങൾക്ക് ചുക്കും ചുണ്ണാമ്പൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നതും എനിക്കതിനോടൊന്നും വിരോധമില്ല. ഓരോരുത്തരും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ ഞങ്ങൾ ക്ഷേത്രം അവസാനിപ്പിക്കാൻ പുറപ്പെട്ടതാണ് എന്ന് ഗോപാലകൃഷ്ണൻ എവിടുന്ന് വിവരം കിട്ടിയതാ? മാർക്സത്തെ പറ്റി എവിടെയാണ് ഗോപാലകൃഷ്ണൻ മനസ്സിലായത്? ആരാ പറഞ്ഞത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകരുമെന്ന് പറഞ്ഞത് ആരാ? ഏത് മാർക്സിസ്റ്റുകാരനാ പറഞ്ഞത്? ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുകയാണ്. ചർച്ചയാണ് ഇതെന്ന് മനസ്സിലാവണം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ ചാൻസ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാവണം. ആരാണ് പറഞ്ഞത് കേരളത്തിൽ? ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് പറഞ്ഞത് അമ്പലത്തിൽ ഒരു അമ്പലം നശിച്ചാൽ ആ അമ്പലം നശിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത്രയും അന്ധവിശ്വാസം ഇല്ലാതാവും എന്ന് ഏത് മാർക്സിസ്റ്റുകാരനാണ് പറഞ്ഞത്? പറഞ്ഞോ? എന്നിട്ട് നമ്മളോട് പറയാ. ഒറ്റയാളെ പറ. ശ്രീ ഗോപാലകൃഷ്ണൻ പറ. ഗോപാലകൃഷ്ണനോടാ പറഞ്ഞു പറയാൻ. പറഞ്ഞോ? ഞാൻ മറുപടി സഖാവ് EMS നമ്പൂതിരിപ്പാട്, നിങ്ങൾ EMS നമ്പൂതിരിപ്പാടിന്റെ പുസ്തകം വായിക്കാത്ത എന്റെ കുഴപ്പമല്ല. ഗോപാലകൃഷ്ണൻ ഞാനാണെങ്കിൽ ആ പുസ്തകം ചർച്ച മാറ്റി വെച്ചോളൂ. ഞാനാണല്ലോ ഇപ്പൊ പറയുന്നത്. സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത്. ഞാനൊരു 4 ഉദാഹരണം പറയാം സുഹൃത്തെ. സഖാവ് EMS നമ്പൂതിരി ഞാൻ അങ്ങോട്ട് പറയാം, നിങ്ങൾ മിണ്ടാതിരിക്കേ. ഞാൻ പറയാം. സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, നായനാർ പറഞ്ഞു, ഈശ്വരൻ സഖാവ് EMS നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാവെന്ന് പറഞ്ഞത്. ഏത് പുസ്തകം വേണം നിങ്ങൾക്ക്? ഞാൻ EMS നമ്പൂതിരിപ്പാടിന്റെ കംപ്ലീറ്റ് വായിക്കും. നിങ്ങള് കംപ്ലീറ്റ് വർക്ക്സ് വായിക്കുക, അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ EMS നമ്പൂതിരിപ്പാടിന്റെ കംപ്ലീറ്റ് വർക്ക്സ് വായിക്കേ. വായിക്കേ, വെറുതെ അതൊന്നും വിളിച്ചു പറയല്ലേ. ഇവിടെ വന്നിരുന്നില്ല. ഗോവിന്ദ നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു പുസ്തകത്തിന്റെ പേര് പറ, ഒരു ലേഖനത്തിന്റെ പേര് പറ. ഒരു ക്ഷേത്രം നശിച്ചാൽ അന്ധവിശ്വാസം ഇല്ലാതാവുമെന്ന് പറഞ്ഞത് എത്ര ഉദാഹരണങ്ങൾ വേണം? എത്ര ഉദാഹരണം ഞാൻ തരാം. ശുദ്ധ അസംബന്ധം പറയാണ്. ഒരു മാർക്സിസ്റ്റ് ഗ്രന്ഥത്തിലും EMS പറഞ്ഞതോ മാനാർ പറഞ്ഞതോ ഒരു പുസ്തകത്തിന്റെ ഞാൻ കൊണ്ടുവരാം. ഇന്നേ വരെ മനസ്സിലായല്ലോ. വേറൊന്നും പറയാനില്ല. വേറെ ഒന്നും പറയാനില്ലാതെ ഇപ്പൊ വ്യക്തമായി. ഒരു പുസ്തകവും പറയാനില്ല, ഒരാളെ പറ്റിയും പറയാനില്ല. ശുദ്ധ അസംബന്ധം ഇതുപോലുള്ള ചർച്ചയിൽ എഴുന്നള്ളിക്കുകയാണ് ചെയ്യുന്നത്. കേക്ക് ഗോപാലകൃഷ്ണ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് പറയാൻ സമയമാണല്ലോ. ഒരമ്പലം കേക്ക്. ഞാൻ പറഞ്ഞത് എന്നോട് ചോദിച്ചത് എനിക്ക് പറഞ്ഞിരിക്കുന്നു, കേട്ടിട്ട് പറയാ. ഒരമ്പലവും നശിപ്പിക്കാൻ CPIM ഇന്നേ വരെ പാടില്ല. ഒരമ്പലത്തിൽ പോകുന്നതിനെ ഞങ്ങൾ ഇതേവരെ തടഞ്ഞിട്ടില്ല. അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാൻ, പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാൻ, ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോകാൻ, എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാൻ. അതുമാത്രമല്ല, അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നവരെ തടഞ്ഞ് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ പോകണമെന്ന് പറയുന്നവരെ തടഞ്ഞ് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ചർച്ചിൽ പോകണമെന്ന് പറയുന്നവരെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, പറ്റില്ല എന്ന് പറയുന്നവരോടൊപ്പമല്ല അമ്പലത്തിൽ പോകണമെന്ന് പറയുന്ന, പള്ളിയിൽ പോകണമെന്ന് പറയുന്ന, ചർച്ചിൽ പോകണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി, ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി, അമ്പല പ്രവേശനത്തിന് വേണ്ടി, പള്ളി പ്രവേശനത്തിന് വേണ്ടി, ചർച്ചിന്റെ പ്രവേശനത്തിന് വേണ്ടി ഈ ചെമ്പതാക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഈ ചെമ്പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനമാണ് CPIM എന്ന കാര്യം ഗോപാലകൃഷ്ണൻ മറക്കണ്ട. അതാ പാർട്ടി നിലപാട്. എന്നിട്ട് എവിടുന്നോ ആരോ പറഞ്ഞു കേട്ടത് ഇത് തന്നെയാണ്. താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കുമ്മനം രാജശേഖരൻ ഈ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് സമ്മതിച്ച കാര്യം ആനുഷംഗികമായി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. താങ്കൾ സോഷ്യൽ മീഡിയ ഒന്നും അത്ര കാര്യമായി ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. ഈ വിഷയം പ്രചണ്ഡമായ രീതിയിൽ ഒരു പരിഹാസ രൂപേണയൊക്കെ ചർച്ച നടക്കുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ ആ ചർച്ച പറഞ്ഞിരിക്കുന്നു. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷേ, നിങ്ങൾ ഞാൻ പറയാൻ സമയം എന്താ? അഭിലാഷേ, നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ സമയം എന്താ? പറഞ്ഞോളൂ. ഇതൊക്കെ ഒരുപാട് നിരവധി പ്രാവശ്യം പറഞ്ഞല്ലോ. അതായത് എനിക്ക് സംസാരിക്കാൻ സമയം എന്താ അഭിലാഷേ? പറയൂ. അതായത് സഖാവ് EMS നമ്പൂതിരിപ്പാട് എന്തുകൊണ്ടാണ്
വിവേകാനന്ദ കേന്ദ്രമായിട്ടുള്ള കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിന് സഖാവ് EMS നമ്പൂതിരിപ്പാട് പൈസ കൊടുത്തില്ല. ആ പൈസ കൊടുക്കാതിരുന്നത് ഞങ്ങൾക്ക് അന്ധവിശ്വാസത്തിൽ വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ ക്ഷേത്രവിശ്വാസത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടാണ്. പറയുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിന് അഭിലാഷേ കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിന് ഇന്ത്യയിൽ പൈസ കൊടുക്കാത്ത ഒരേ ഒരു സർക്കാർ കന്യാകുമാരിയിൽ എന്തിനാണ് EMS നമ്പൂതിരിപ്പാട് പണം കൊടുക്കുന്നത്? താങ്കൾ EMSന്റെ ഏത് പുസ്തകം എന്ന് പറഞ്ഞില്ല, ഏത് ലേഖനം എന്ന് പറഞ്ഞില്ല. അത് പോകട്ടെ, കന്യാകുമാരിയിൽ എന്തിനാണ് EMS പണം കൊടുത്തതെന്ന് പറയൂ. സുഹൃത്തെ, നിങ്ങളെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ക്ഷേത്രം പണിയുവാൻ വേണ്ടി സഖാവ് EMS നമ്പൂതിരിപ്പാടിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന ഗവൺമെന്റും കൊടുക്കാത്ത ഒരേ ഒരു ഗവൺമെന്റ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം പറഞ്ഞു, ഇതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇത് അന്ധവിശ്വാസമാണ്, ഞങ്ങൾ പൈസ തരാൻ തയ്യാറല്ല. അങ്ങനെ ഇന്ത്യയിലെ ഒരേ ഒരു സർക്കാർ പൈസ കൊടുക്കാത്തത് RSS ഉണ്ടാക്കിയതാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എനിക്ക് അറിയാത്ത കാര്യമാണ്, എന്നാലും അതിലൊരു വിശ്വസനീയത തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ക്ഷേത്രം പണിയുന്നതിന് സഹായം നിഷേധിച്ചിട്ടുണ്ടോ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ? അഭിലാഷേ നിങ്ങൾ ചോദിച്ചു നോക്ക്. നിങ്ങൾ ക്ഷേത്രം പണിയുന്നവർക്ക് ക്ഷേത്രം പണിയുന്നതിന് ഞങ്ങൾ കാര്യം ചരിത്രമല്ല. പൈസ കൊടുക്കാതിരിക്കുന്നവർക്ക് പൈസ കൊടുക്കാതിരിക്കാം, അമ്പലത്തിൽ പോകാൻ, ക്ഷേത്രത്തിൽ പോകാം, പള്ളിയിൽ പോകാൻ, ചർച്ചയിൽ പോകാം, പോകുന്നവർക്ക് പോകാതിരിക്കുന്നവർക്ക് പോകാതിരിക്കാം. പക്ഷേ നിർബന്ധപൂർവം പോകാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ നിർബന്ധപൂർവം പോകണം എന്ന് പറയുന്നവരോടൊപ്പമാണ് CPIM നിൽക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഗോപാലകൃഷ്ണൻ എന്താ പറയുന്നത്? അമ്പലം പൊളിക്കുന്നവരാണ് ഞങ്ങളുടെ വിശ്വാസികൾക്കെതിരല്ല ഗോപാലകൃഷ്ണൻ. നിങ്ങൾ ആദ്യം മാർസത്തെയും സത്യാഗ്രഹം നടത്തിയത് AKGയും EMSഉം P കൃഷ്ണപിള്ളയും ഒക്കെ അല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? ഇവരൊക്കെയാണല്ലോ. ഉത്തരം പറ. വൈക്കം ക്ഷേത്ര പ്രവേശനം നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനം, ക്ഷേത്ര പ്രവേശനം നിങ്ങൾക്ക് CPM ഗുരുവായൂർ ക്ഷേത്രത്തിലെ P കൃഷ്ണപിള്ളയിലെ ഭാഗമായിട്ട് പോയത്. അന്ന് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ചർച്ച ഏറ്റവും ശരിയായ രീതിയിൽ നടന്നിട്ടുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമാണ് പാലിയൻ സത്യാഗ്രഹം. പാലിയൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. AG അവിടെ രക്തസാക്ഷിയാവുന്നവരെ ചെയ്തു. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ അത് ചെയ്തതാരാ? വൈക്കം സത്യാഗ്രഹം ചെയ്ത് KP കേശവമേനോനാ? ഗുരുവായൂർ സത്യാഗ്രഹം ചെയ്തത് കേളപ്പനാ? CPM ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു, കൃഷ്ണപ്പള്ളി ഉണ്ടായിരുന്നു, AKG ഉണ്ടായിരുന്നു. എതിര് നിന്നവരാ നിങ്ങൾ. തളി ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി തനിച്ചാണോ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്? AK ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ജാതി ഭ്രാന്തന്മാർ കണ്ടോത്ത് വെച്ച് ആക്രമിച്ച് മൃതപ്രായനാക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. P കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിയടിക്കുകയും അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രമല്ലേ? താങ്കൾ ആരാണ് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ ശരിയാകും? അത് കോൺഗ്രസ്സുകാരനായിട്ടാ. അന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കെടുത്തത് കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഇവിടെ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നില്ല. ആദ്യം മനസ്സിലായിരിക്കും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടില്ല. AKG പങ്കെടുത്തത്, കൃഷ്ണപിള്ള പങ്കെടുത്തത്. നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ 1937 കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സെൽ ഇത്തരത്തിൽ തർക്കിച്ച് മുന്നോട്ട് പോകാനേ സാധിക്കുകയില്ല. ഇപ്പോൾ ക്ഷേത്രം തകർക്കാൻ ഉള്ള ചരിത്ര സന്ദർഭങ്ങളായി, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പറയുമ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ അതിനൊക്കെ ശക്തമായ അടിത്തറ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. വളരെ നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ MT രമേശ്, ശ്രീ പന്തളം സുധാകരനൊപ്പം അങ്ങേക്ക് അവസാന പകുതിയിൽ സമയം തരാൻ കഴിയാതെ പോയതിൽ എനിക്ക് അങ്ങേയറ്റത്തെ ഖേദമുണ്ട്. പക്ഷേ ചർച്ച വലിയ തർക്കത്തിലേക്ക് നീണ്ടുപോയതുകൊണ്ടാണ്, ക്ഷമിക്കുക. വളരെ നന്ദി എല്ലാ അതിഥികൾക്കും. ഇടവേള.
Editor's Hour brought to you by Ibel Home Appliances. നാടാകെ ഐബൽ, വീടാകെ ഐബൽ. Happiness every day. Ibel. Ibel complete line of home appliances. നാടാകെ ഐബൽ, വീടാകെ ഐബൽ. എനിക്കും വേണം ആഹ്ലാദം. ഇനി ഓണി വീട്ടിലും ആഹ്ലാദം. Let's head over to the Blazing Fast Brunch Challenge. Your time starts now. Hey, pass the G-Pass. Hey, pass the G-Pass. Hey, pass the G-Pass. Performance, a quality called G-Pass. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഹാപ്പി പ്രൈസ്. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% വരെ കിഴിവ്. ആഘോഷിക്കൂ ഈ ഉത്സവകാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. ഫേബർ അവതരിപ്പിക്കുന്നു 3 വിധത്തിൽ സക്ഷൻ നടത്തി നിങ്ങളുടെ അടുക്കളയെ പൂർണ്ണമായും പുകരഹിതമാക്കുന്ന ലോകത്തിലെ ഏക 3D ചിമ്നി. ഇനി അടുക്കളയിലെ പുകയോട് വിട പറയൂ. Bring home the Faber 3D hood today and quit smoking in the kitchen. ഈ ഓണത്തിന് ഏതെങ്കിലും ഫേബർ ഉൽപ്പന്നം സ്വന്തമാക്കൂ. അതിശയിപ്പിക്കുന്ന ഓഫറുകൾക്കൊപ്പം. വെൽവർത്തിന്റെ മിറർ ഫിനിഷ് ടെക്നോളജി ഉണ്ടെങ്കിൽ പൈപ്പിനകം കണ്ണാടി പോലെ സ്മൂത്ത് ആവും. തെന്നി പറന്ന് പോണോണ്ട് വെള്ളത്തിനൊക്കെ എന്തുട്ടാ ഫോഴ്സ്. കറണ്ട് ബില്ല് ഫിനിഷ് ടെക്നോളജി സംഭവം സ്മൂത്ത് ആണ്ടാ. ഞാൻ അവളെ വിശ്വസിച്ചു. അനുഭവം, അതാണ് സത്യം. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവിച്ചറിഞ്ഞ ദൃഢബന്ധം. നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം ഒരു വലിയ മാറ്റം കൊണ്ടുവരും. ഈ ലോകത്തിൽ എല്ലാത്തിനും ഒരു വിലയുണ്ട്, പക്ഷെ സ്നേഹത്തിന് മാത്രം ഇല്ലേ ഇല്ല. സ്നേഹം നൽകുമ്പോൾ ഒരുപാട് സ്നേഹം തിരിച്ചു കിട്ടും. സ്നേഹം നൽകുന്നവർക്കായി, ആ സ്നേഹത്തിന് ഒരു ചെറിയ സമർപ്പണം. ഓട്ടോ ഫോർമൽസ് ആൻഡ് കാഷ്വൽസ്. സ്നേഹം വിതയ്ക്കൂ, വിടരട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഷോറൂം. ഫീൽ ദ ബെസ്റ്റ് ഓഫ് ക്വാളിറ്റി. മണ്ണാംതറ ടൈൽ ഹൗസ്, പറവൂർ ആൻഡ് കൊടുങ്ങല്ലൂർ. അണിഞ്ഞൊരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. In her dreams he comes again. We start. He's shining like a million stars. He's all so cool. He's got the best. Vista, the new body language. We start. കെ ബാബുവിനെതിരായുള്ള വിജിലൻസ് അന്വേഷണം ശക്തമാകുന്നു. കെ ബാബുവിന്റെയും മക്കളുടെയും ബാങ്ക് ലോക്കറുകൾ വിജിലൻസ് പരിശോധിച്ചു. 5 ലോക്കറുകൾ ഉള്ളതിൽ ഇളയ മകൾ ഐശ്വര്യയുടെ 4ാമത്തെ ലോക്കറിൽ നിന്ന് 120 പവൻ സ്വർണം വിജിലൻസ് കണ്ടെത്തി. ഇടവേള. Editor's Hour brought to you by Ibel Home Appliances. നാടാകെ ഐബൽ, വീടാകെ ഐബൽ. നീ ചൂടുവെള്ളം പിടിച്ചോ? നീ ഉപ്പുവെള്ളം കവിൾ കൊണ്ടോ? എല്ലാം ട്രൈ ചെയ്തു, ഒരു ഫലവുമില്ല. ട്രൈ ചെയ്യൂ കോൾഗേറ്റ് പെയിൻ ഔട്ട് ഡെന്റൽ ജെൽ. ഇതിന്റെ ഓരോ തുള്ളിയിലുമുണ്ട് കരയാമ്പൂവിന്റെ ഗുണങ്ങൾ അടങ്ങിയ ആക്റ്റീവ് യൂജിനിയ ഫോർമുല. ഇത് നൽകും പല്ലുവേദനയിൽ നിന്ന് ഉടനടി ആശ്വാസം. പുതിയ കോൾഗേറ്റ് പെയിൻ ഔട്ട് ഡെന്റൽ ജെൽ. വെറും ഒരു തുള്ളി കൊണ്ട് പല്ലുവേദനയിൽ നിന്ന് ഉടനടി ആശ്വാസം. കോൾഗേറ്റ്, ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്. വെൽവർത്തിന്റെ മിറർ ഫിനിഷ് ടെക്നോളജി ഉണ്ടെങ്കിൽ പൈപ്പിനകം കണ്ണാടി പോലെ സ്മൂത്ത് ആവും. തെന്നി പറന്ന് പോണോണ്ട് വെള്ളത്തിനൊക്കെ എന്തുട്ടാ ഫോഴ്സ്. കറണ്ട് ബില്ല് ഫിനിഷ് ടെക്നോളജി സംഭവം സ്മൂത്ത് ആണ്ടാ. എനിക്കും വേണം ആഹ്ലാദം. ഇനി ഓണി വീട്ടിലും ആഹ്ലാദം. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ.
Editor's Hour brought to you by Ibel Home Appliances. ഐബെൽ complete line of home appliances. നാടാകെ ഐബെൽ, വീടാകെ ഐബെൽ. അസോസിയേഷൻ വിത്ത് ഇപ്പൊ വേണമെങ്കിലും മോഷ്ടിക്കപ്പെടാം. VKC പ്രൈഡ്. ഏറെ നടക്കാം, പക്ഷെ കരുതൽ വേണം. VKC പ്രൈഡ്. അനുഭവം അതാണ് സത്യം. ചുങ്കത് ജ്വല്ലറി, അനുഭവിച്ചറിഞ്ഞ ദൃഢബന്ധം. ചുങ്കത് ജ്വല്ലറി ഡെമോക്രസി brought to you by ചുങ്കത് ജ്വല്ലറി. അനുഭവം അതാണ് സത്യം. ചുങ്കത് ജ്വല്ലറി, അനുഭവിച്ചറിഞ്ഞ ദൃഢബന്ധം. In association with വിലപിടിപ്പുള്ള